ഞങ്ങളിതാ കോസ്റ്ററിക്കയിലേക്ക് ഒരു യാത്ര. കാനഡയിൽ നിന്നും ഈ കൊടും തണുപ്പത്ത് ഞങ്ങൾ സമ്മർ തേടി ബാക്ക് പാക്ക് ട്രിപ്പ്. എൻ്റെ ബാഗ് ഞങ്ങളങ്ങനെ കോസ്റ്ററിക്കയിൽ ലാൻഡ് ചെയ്തു. രാത്രി 11:30 ആയപ്പം ഇവിടുത്തെ സമയം. ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ഒരു പ്ലാൻ, ഒരു സിമ്മില്ല, നെറ്റില്ല, ഒന്നുമില്ല. ജസ്റ്റ് അഡ്വഞ്ചർ, ഓൺലി അഡ്വഞ്ചർ. ഇതാണ് നമ്മൾ റെൻറ്റിനെടുത്ത കാറ്. അങ്ങനെ 11 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്തിട്ട് 2 മണിയായി കാറൊക്കെ എടുത്ത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് ടയേർഡായതുപോലെ. നമ്മൾ ഡിന്നറായിട്ട് കഴിക്കുന്നത് മെക്ഡൊണാൾഡ്സ് ആട്ടോ. മെക്ഡൊണാൾഡ്സ് വന്ന് ഇത് കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകും. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് കോസ്റ്ററിക്കയിലെ സാൻ ഹോസെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. കോസ്റ്ററിക്കേൻ്റെ ക്യാപിറ്റലാണ് സാൻ ഹോസെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാൻ ഹോസേന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടൊരു വോൾക്കാനോ കാണാനാണ് പോകുന്നത്. അത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇപ്രാവശ്യത്തെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർലി സ്റ്റൈലായിരുന്നു. ഇതൊരു ചാർലി, ഇതൊരു ചാർലി. അതുകൊണ്ട് നമ്മൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ പിന്നെ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അതും പെട്ടെന്നൊരു ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഹോട്ടലൊന്നും അല്ല കിട്ടിയത്. ഏകദേശം $100 കൊടുത്തു. എങ്കിൽ പോലും ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് സത്യത്തിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഉള്ളിച്ചാമ്പയ്ക്ക ഒരെണ്ണത്തിന് $1. എന്താണ് $1 എന്ന് പറഞ്ഞാൽ നാട്ടിലെ 90 രൂപ. മധുരവും ഇല്ല, പുളിയില്ല, ഒരു ടേസ്റ്റും ഇല്ല. വയസ്സഴിയിൽ മേടിച്ച നമ്മളിപ്പോൾ കുറച്ച് കൺട്രി സൈഡിലോട്ട് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് മാറി വന്നു. അപ്പോൾ എനിക്കിവിടെ കണ്ടിട്ട് തോന്നുന്നത് കറക്റ്റ് ഒരു ഊട്ടിയിലോട്ട് പോകുന്നത് എങ്ങനെയാണ്. നമ്മളിപ്പോൾ പിന്നെ ഒരു കയറ്റം, നമ്മളൊരു കുന്ന് കയറുന്ന പോലെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് ഊട്ടി എങ്ങനെയാണോ അതുപോലെ വലിയ വലിയ മരങ്ങൾ, അതുപോലത്തെ വീടുകൾ, പൂക്കൾ, പിന്നെ 2 സൈഡിലും കോഫിയാണ് മെയിനായിട്ട്, കാപ്പിച്ചെടികളാണ് ഉള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കാട്ടുപൂക്കളൊക്കെയാണ്. ഈ മഞ്ഞപ്പൂവൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനാണ് കേട്ടോ. റോഡിലൊന്നും ഒരു പുല്ലോ ഒരു പേപ്പറോ അതൊന്നും കാണാനില്ല. വളരെ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ വീടിനും പ്രത്യേകം വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ഥലം കണ്ടു. നന്നായിട്ട് വെച്ചിട്ടുള്ളൊരു സ്ഥലം. ഈ ഒരു ഭംഗി കണ്ടപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയതാട്ടോ. എന്തൊരു ഭംഗിയാണേ, പുൽമേട് പോലത്തെ സ്ഥലം. അങ്ങോട്ടേക്ക് സത്യത്തിൽ ക്യാമറയിൽ ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നില്ല. അത്രയും ഭംഗി അങ്ങോട്ടേക്കൊക്കെ. ഈ ഒരു വ്യൂവില് ഈ ഒരു വീട്ടുകാർക്ക് എന്തൊരു ഭാഗ്യം ആലോചിച്ചൊക്കെ. എല്ലാ ദിവസവും രാവിലെ എണീറ്റാ കാണുന്നത് ഈ ഒരു വ്യൂ. അടിപൊളി. ആ, ഈ കുത്തനെയുള്ള സ്ഥലത്താണ് ഈ പശുക്കളൊക്കെ നിൽക്കുന്നത്. ഇഷ്ടം പോലെ പുല്ലും ആയതുകൊണ്ട് അടിപൊളി. നല്ലൊരു വാലി. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നോക്ക്. ഈ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ വന്നേക്കുന്നത്. നമ്മൾ ഈ വോൾക്കാനോ കാണാൻ വരുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. $6. പാർക്കിങ്ങിന് എക്സ്ട്രാ, പിന്നെ ഇവിടുത്തെ ഒരാൾക്ക് എൻട്രി ഫീ $15. ഇല്ല, ഇവിടെ നിന്നിടണേ. നല്ല കോട താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ കാറ് പാർക്കിങ്ങിൽ
പാർക്കിംഗ് ലോട്ടിൽ ഇട്ടിട്ട് നടക്കാണ്. ഓ വോൾക്കാനോ പുകേൻ്റെ ആണോ അത്? ഇതുണ്ടോ ഇങ്ങനെ പുകയുന്നിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇംഗ്ലീഷ് പക്ഷെ എഴുതിയിട്ടില്ല. ആ ഇത് ഇംഗ്ലീഷിലല്ലേ? അല്ല. കത്തിക്കരിഞ്ഞൊരു മണവും ഭയങ്കര കത്തിയ മണം അല്ലേ? ഇതൊക്കെ 18-19 ഡിഗ്രീൻ്റെ ഒരു നല്ല തണുപ്പ്. വല്ല വിഷച്ചെടിയാവോ? So excited to see the volcano. എന്താണ് വിഷ്ണുവേട്ടന് പറയാനുള്ളത്? എന്തോരം. പിന്നെ ഈ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്ത് ഞാനാണ്. കാശ് മുടക്കുന്നു വിഷ്ണുവേട്ടനും. ഒത്തിരി നമ്മുടെ നാട്ടിലെ പോലത്തെ ചെടികൾ, കപ്ലങ്ങ, ഊട്ടിയിൽ കാണുന്ന പോലത്തെ കുറേ പൂക്കളൊക്കെ കണ്ടു. ഒരു മഞ്ഞ പൂ ഊട്ടിയിൽ നമ്മൾ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ കാണാം. ആ പൂ ഒത്തിരി കണ്ടു. പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ട്. ഒരു വൺ ടൈം വിസിറ്റ്. വൺ ടൈം അല്ല, സത്യത്തിൽ ഞങ്ങൾ ആകെ 2 ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മോർ ദാൻ 2 ദിവസം ഉണ്ടായിരുന്നു. കാണാൻ ഇപ്പോൾ തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പൂവർ മാൻസ് അംബ്രല്ല. ഈ ചെടിക്ക് പറയുന്നത് പൂവർ മാൻസ് അംബ്രല്ല എന്നാ. മേ ബി ഈ ചെടീൻ്റെ ആ ഒരു ഇലേൻ്റെ വലിപ്പം കൊണ്ട് മഴയത്താരും കയറി നിന്നപ്പോൾ അംബ്രല്ല പൂവർ മാൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിക്കും. ഇവിടെയുള്ള പൂക്കൾ സെയിം ലൈക്ക് യെല്ലോയും കണ്ടു കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ. സൾഫറാണോ? എനിക്കൊരു പേപ്പർ കത്തിച്ച മണ തോന്നുന്നത്. ഒരു സൾഫറിൻ്റെ മണമാണെന്ന് വിഷ്ണുവേട്ടൻ പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരു പേപ്പർ കത്തിയ മണം. നമ്മൾ ഓൾമോസ്റ്റ് വോൾക്കാനോൻ്റെ അടുത്തെത്തി. ഇവിടെ ആംബുലൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. വൈ ഇങ്ങോട്ടെത്തിയപ്പോ ഭയങ്കര ഇത് കോടയല്ലേ, ഇത് കത്തി. ആ കത്തുന്നതിൻ്റെ പുകയാണ്. ബട്ട് നമ്മളെങ്ങനെ കാണും അപ്പോൾ? ഓ മൈ ഗോഡ്. ഇവരെന്താ ഈ വീഡിയോ എടുക്കുന്നത്? കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലയോ? ഇതായിരുന്നു നമ്മൾ കാണാൻ വന്നിരുന്നത്. ഇതേപോലെ പുക തന്നെയായിരുന്നു കാണാൻ വന്നത്. പക്ഷെ ഈ പുക കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. നാട്ടിലൊരു കോറി പോലെ ഉണ്ടല്ലേ അല്ലേ? റീൽസ് വിസസ് റിയാലിറ്റി കാണിക്കാം. ഇതാണ് റിയാലിറ്റി. ഇതിൻ്റെ താഴെയാണ്. വാർണിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന്, ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമൊന്നുമില്ല, ഓക്കെ നോർമലാണ്. പക്ഷേ റെഡൊക്കെ കത്തിയാൽ ഇങ്ങോട്ട് ആരെയും കയറ്റി വിടില്ല. തണ്ടൊന്നുമില്ലാതെ ഭൂമീൻ്റെ അടിയിൽ നിന്ന് ഒരു ഇല മാത്രം വരുന്നു. എന്തോ ഒരു പ്രതിഭാസം. ഇത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടത്. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ചാരവും എല്ലായിടത്തും.
ഈ മാപ്പ് പറയുന്ന ലോകത്ത് എവിടേക്ക് ആക്റ്റീവ് വോൾക്കാനോ ഉള്ളതെന്നാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലില്ല. ചുമ്മാ ഇന്ത്യ എവിടെ ഇതിനകത്ത്? ഓ ഓ, ഹൗ കം അത്ര സൈഡിൽ വന്ന്? ഇങ്ങനെയാണോ വേൾഡ് മാപ്പ്? ഓ ഐ സി. ഇതായിരുന്നു ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി വന്നത്. ഇതേപോലെയൊക്കെ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, ഈ കല്ലൊക്കെ. പക്ഷെ നടന്നില്ല. ഇവരെന്തൊക്കെ പറഞ്ഞാലും നമുക്കൊന്നും അറിയില്ല. ഇവരൊന്നും വിഷ് ചെയ്യാൻ പോലും അറിയില്ല. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. ഒരു സാധാരണ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഇവിടെ ഈ ഒരു വാലീൻ്റെ താഴെ കണ്ട. ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മീനായത്. ഇതിന് പിടിച്ചാണോ വരുന്നത്? നാട്ടിലെ കടകളിലൊക്കെ പഴക്കൊല തൂക്കിയിട്ട് വെക്കുന്ന പോലെ ഇവിടെയും തൂക്കിയിട്ടേക്കോ പഴമൊക്കെ. ഒരു ഭക്ഷണം പോലും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് അറിയില്ല. മെനു ആണ് ഇംഗ്ലീഷിലില്ല. പിന്നെ നമുക്കാണെങ്കിൽ നെറ്റും ഇല്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് ഫൺ. ഫുഡൊന്നും അറിയത്തില്ല. നമുക്ക് പരിചയമുള്ള ഒരു വാക്ക് പോലും അതിനകത്തില്ല. പിന്നെ നമ്മൾ ചിക്കൻ റൈസ് എന്ന് കണ്ടു. അപ്പം ചിക്കൻ റൈസ് അല്ലേ പറഞ്ഞ? ചിക്കൻ റൈസും പിന്നെ ഒരു ഫഹീദയും. എന്തോ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ദൈവത്തിനറിയാം. വിശന്നിട്ടാണെങ്കിൽ വയ്യ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 2.5 hours ഡ്രൈവ് ഉണ്ട് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചിട്ടാ. നാട്ടിലത്തെ പഴക്കൊലയാണ് അടിപൊളിയില്ലേ. നമ്മുടെ നാട്ടിലത്തെ വാഴ, ഈ വാഴയെ നോക്ക്, നിലത്ത് കുലച്ചിരിക്കുന്ന വാഴ. ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു പൂ. ഇതിൻ്റെ പേരെന്താ? ശവന്നാറി എങ്ങണ്ടാ പറയുന്നതെന്ന് തോന്നുന്നു. സേഫ് അല്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. എല്ലാ വീടും ഇതുപോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഭയങ്കര സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. മതിലുകളൊന്നും അല്ല അല്ലേ, ഇങ്ങനെ ഇരുമ്പിട്ടിട്ട് കൂട്ടിയൊക്കെ ഗേറ്റ് പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയത്. പക്ഷെ നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം സേഫായിട്ടുള്ളൊരു കൺട്രിയാണ് കോസ്റ്ററിക്ക എന്നാണ് കണ്ടത് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇവിടെ ചിലപ്പോൾ എക്സ്ട്രാ പ്രിക്കോഷൻ ആവുന്നതായിരിക്കും. ഈ പുൽമേടുകൾ കാണാൻ എന്തൊരു ഭംഗിയാ. ഇവിടെ എല്ലാവരുടെയും മെയിൻ ഇൻകം പശുവാന്ന് തോന്നുന്നു. എന്തോരം പശുക്കളാ. അതും ഒരാൾക്ക് ഇത്രയും പശു. എല്ലായിടത്തും പച്ചപ്പ്. ഡിസംബർ ആയതുകൊണ്ടാണ് ഇത്രയും കോട അറിയില്ല. ബട്ട് സ്റ്റിൽ സത്യം പറഞ്ഞാൽ ഈ കോട നമുക്ക് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. അധികം വ്യൂകൾ കാണാൻ പറ്റുന്നില്ല, മൂടിയിരിക്കുന്നതുകൊണ്ട്. കോടയും കൂടി ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കുറേ സ്ഥലങ്ങൾ കാണാമായിരുന്നു. ഓറഞ്ച്, സ്ട്രോബെറി, പിന്നെ ഇതേപോലെ നല്ല നല്ല ചെറിയ കടകൾ, വലിയ വലിയ ഹെയർ പിന്നുകളാണ് ഇവിടെ മൊത്തം. പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡ്രൈവർ ഉള്ളതുകൊണ്ട് വി ആർ മാനേജിങ്. വയനാട്ടിലുള്ള എനിക്ക് എന്തായാലും ഇത് കാണുമ്പോൾ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുപാട് ഇറക്കത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ചെവി രണ്ടും അടഞ്ഞിരിക്കുക. അതുകൊണ്ട് എൻ്റെ അമ്മ, അതും ഇറക്കവും താഴോട്ടേക്ക് കൊക്ക പോലെയാണ് ഇരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് വാട്ടർഫോള് കാണാൻ ഒരു ഭാഗ്യം കിട്ടി. ദിസ് ഈസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. നാട്ടിലെ പോലത്തെ വാട്ടർഫോൾ.
കോസ്റ്ററിക്കയിൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ റെൻറ്റിന് കാർ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് പോയി കണ്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ടൂർ പാക്കേജ് ഒക്കെ ഉണ്ട്. അത് കോസ്റ്ററിക്ക കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതും നല്ല എക്സ്പെൻസീവാണ്. എല്ലാം $US ഇവർ കണക്കാക്കുന്നത്. കാർ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കൊന്നും വേണ്ട, കാരണം നല്ല ഡിസിപ്ലിൻഡ് ഡ്രൈവിംഗ് ആണ് എല്ലാവരും. എങ്ങനെയുണ്ട്? ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, കണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എവിടേക്കാണ് നിന്നത്, പിന്നെ അതുപോലെ നമ്മുടെ കാർ റെൻറ്റിനെടുത്ത് എവിടെയാണ്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ ഈ വഴിയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങൾ കണ്ടു. മുരിങ്ങ, കരിമ്പ്, പിന്നെ നമ്മൾ ഒരുപാട് തെങ്ങും തോപ്പ്, പിന്നെ ഒരുപാട് കപ്പ. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ കപ്പത്തോട്ടം എങ്ങനെയാണോ അതേപോലെ കപ്പത്തോട്ടങ്ങൾ, പിന്നെ മത്തൻ കണ്ടു. അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഈ പോകുന്ന വഴിക്ക് കണ്ടു. പിന്നെ മെയിനായിട്ട് ഇവിടെ പശുവാണ് ആൾക്കാരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് തോന്നി. കാരണം എല്ലായിടത്തും ഇഷ്ടം പോലെ പശുക്കളെ കണ്ടു. അതും ഒരു പശു ഒന്നല്ല, ഉള്ളവർക്ക് ഒരു 100 പശുവിനെ വെച്ചിട്ടാണ് കണ്ടത് മൊത്തവും. നമ്മുടെ ബാക്ക് പാക്ക് ട്രിപ്പിൽ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു ബെഡ്റൂം, വാഷ്റൂം, പിന്നെ പുറത്തെന്തോ സോ ടയർഡ്. പുറത്തൊരു ബാക്ക് യാർഡ്. ഡിന്നറിന് ഞങ്ങൾ ഓർഡർ ചെയ്തത് കോസ്റ്ററിക്കയിലെ ഒരു ലോക്കൽ ഫുഡാണ്. ഈ കോസ്റ്ററിക്കയിലെ ഒരു മെയിൻ ഐറ്റം തോന്നുന്നു വാഴപ്പഴം. നമ്മൾ സ്നാക്കായിട്ടും അല്ലാതെ എല്ലാത്തിലും വാഴേൻ്റെ കുറേ സംഭവങ്ങൾ തിന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ കോസ്റ്ററിക്കയിലെ രണ്ടാമത്തെ ദിവസമാണിത്. ഞങ്ങളിന്ന് കുറച്ച് വോൾക്കാനോ കാണാനുള്ള ഹൈക്ക്, പിന്നെ 2-3 വാട്ടർഫോള് ഇതൊക്കെയാണ് ഇന്ന് കാണാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡ്. ഇന്നലത്തെ സ്റ്റേൻ്റെ നല്ല സ്റ്റേ ആയിരുന്നു. ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു, വലിയ കാശൊന്നും ആയില്ല. പിന്നെ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് വാട്ടർഫോളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനതുകൊണ്ടൊരു ബീച്ച് വെയർ ആണ് ഇട്ടിട്ടുള്ളത്. സോ എക്സൈറ്റഡ്. ഈ കാണുന്നതായിരുന്നു നമ്മൾ കാണാൻ വേണ്ടി പോകാനിരുന്ന വോൾക്കാനോ. പക്ഷെ വീണ്ടും ഇവിടെ മൊത്തം മേഘങ്ങളായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. കോസ്റ്ററിക്ക കാണാൻ ഏറ്റവും നല്ല സമയം ഡിസംബറാണ്. പക്ഷെ എന്തു പറയാനാ, നമ്മുടെ ലക്കില്ലായ്മ കൊണ്ട് ഇതിനെ കാണാൻ പറ്റുന്നില്ല. മേഘമായിട്ടാണ് കാണുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് വോൾക്കാനോയും നമ്മളെ പറ്റിച്ചു. ഫൈനലി കുറച്ച് ദൂരത്തു നിന്നാണേലും ഞങ്ങൾക്കിത് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിലെ പൂച്ചയാണോ എന്ന് ചോദിച്ചാൽ പൂച്ചയല്ല, എന്നാൽ കുരങ്ങനിലോട്ട് എത്തിയതുമില്ല. ഇതെന്ത് ജീവിയാണെന്നറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കോസ്റ്ററിക്കേൻ്റെ ഒരു ദേശീയ മൃഗമാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഈ സംഭവത്തിന് നമ്മൾ കണ്ടു. ഇതിൻ്റെ പേരറിയത്തില്ല, പക്ഷെ ആൾക്കാർ ഫീഡ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു.
ഇപ്പം ഈ കാണുന്ന ഫ്രെയിം എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രെയിമാണ്. ഒരു 10-15 മിനിറ്റ് ഇവിടെ നിന്നു ഇതുങ്ങളെയൊക്കെ കണ്ട്. ഈ വെള്ളം കുടിക്കുന്ന ചെറിയൊരു പോണ്ട് പോലത്തെ ഒരു സ്ഥലം, പിന്നെ ഇതിൻ്റെ അടുത്ത് കുതിര, പിന്നെ ഇതിൻ്റെ അടുത്ത് ഭയങ്കര ഒരു പിക്ചറിസ്റ്റിക് വ്യൂ ആയിട്ട് തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ എല്ലാം ഈ കാണുന്ന പശുക്കളെല്ലാം ഇങ്ങനെ മനുഷ്യനെ കാണാത്ത പോലെ നോക്കുമായിരുന്നു. അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ആരത് ഫോട്ടോയും ഫോണെല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അടിപൊളിയായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ സ്ഥലം എൻ്റെ അമ്മേ. കുറെ പശുക്കളും കുതിരയും. ഹെവൻ, ലിറ്ററലി ഹെവൻ. ഇപ്പം നമ്മളൊരു ടൂർ ബുക്ക് ചെയ്തു ഇവിടുന്ന്. എന്നിട്ട് നമ്മൾ ഈ ട്രക്കിൽ പോവുകയാണ് ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കൈ വെച്ചേ പിടിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നീ എൻ്റെ ഒരു അടിപൊളി ഒരു വാട്ടർഫോൾ കാണാൻ പോവാട്ടോ. ഞാൻ ഈ കോസ്റ്ററിക്ക എന്ന് പറഞ്ഞ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഈ വാട്ടർഫോളിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കും ഇവിടെ എന്തായാലും പോകണമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ടർഫോൾ കാണാൻ പോവാ. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയിൽ, ഇപ്പോൾ അവിടെ ആ വണ്ടിയിൽ വന്നു. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 hour നടക്കാനുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്തൊരു രസമാണ്, അടിപൊളി സ്ഥലം, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുടിക്കാൻ പറ്റില്ല, സൾഫർ ആയതുകൊണ്ട് ആ മിനറൽസ് നല്ലതല്ല. ലാലിയോണ വാട്ടർഫോൾ കാണാൻ പോയത് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഇയാളുടെ പേര് മാരിയാനോ എന്നാണ്. പൊതുവേ നമ്മളിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ലായിരുന്നു എന്നാണ്. പക്ഷേ മാരിയാനോ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് എല്ലാ കാര്യവും നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈ ലാലിയോണ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അഡ്വഞ്ചറസ് വേയിലൂടെ ആട്ടോ നമ്മൾ പോയത്. കുറേ ട്രക്ക് ചെയ്തു, പിന്നെ കുറേ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അവിടെ ഒരു എന്താ പറയുന്നത് കയറ് കെട്ടി അതിനകത്ത് പിടിച്ചായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ 2-3 സ്ഥലത്ത് അങ്ങനെ വെള്ളത്തിൽ പോയി, പിന്നെ വീണ്ടും ട്രക്ക് ചെയ്തു. നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ട്രക്കിംഗ് ആയിരിക്കും ഇത്. അങ്ങനെ 1 hour ട്രക്കിങ്ങിന് ശേഷം നമ്മൾ നീന്തി നടന്നൊക്കെ ഈ ഒരു വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിലെത്തി. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുള്ളൊരു വാട്ടർഫാൾ. ഈ ഒരു ബ്ലൂ കളർ വാട്ടറും എല്ലാം ഭയങ്കര രസമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സൂപ്പറായിരുന്നു.
good for skin. Oh. Come on, buddy. You remember Lion King? Same for him. Paint your beard also. Nice. Thank you so much. This is that. ഇത് മുഖത്ത് വെച്ചാൽ നല്ലയാന്നാണ് ഇവര് പറയുന്നത്. Follow me. I'll take another way. Paso, me വേറെ വഴി പോ. We are taking another way. Information. In the second one, sir, in the second one, this is lava. Okay. That mix and rocks and sediment similar like concrete. Yeah. You can see the ഇതെങ്ങാനും different മേത്തോട്ട് colors, വീണ് yellow. കഴിഞ്ഞാ Another one, the solidification, crystallization, the magma and lava. In different times. Beautiful. Yeah. See? Ah. Magma. വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ വേറൊരു വഴി കൂടെയാണ് തിരിച്ച് പോകുന്നത്. അതും കാട്ടിനുള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നാച്ചുറൽ ഫേഷ്യൽസ്. ഇപ്പം ഈ കാണിക്കുന്നത് നാട്ടിലത്തെ നമ്മുടെ കറകാമ്പട്ട, അതായത് സിനമൺ മരമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അതേ സ്മെല്ല്, പക്ഷെ കുറച്ചുകൂടി ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് പോലെ തോന്നി. നാട്ടിലുള്ള പോലെ കണ്ടോ, വാഴ, കപ്പ, മുരിങ്ങ. ഇതാ കപ്പ മുരിങ്ങയാണെങ്കിൽ മുരിങ്ങക്ക, തെങ്ങ്. നമ്മുടെ നാട് പോലത്തെ ഒരു സ്ഥലം. ആ, വട്ടയില. ഇതൊക്കെ സായിപ്പന്മാരാണോ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നത്? നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഡേ 3 നമ്മൾ മോർണിംഗ് എണീറ്റു, എയർബിഎൻബി ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി ഇവിടുന്ന് നമുക്ക് കോസ്റ്ററിക്കയിൽ നിന്ന് 12:40 നൂണിന് നമുക്ക് ഫ്ലൈറ്റ് കൊളംബിയ കാണാൻ. അപ്പോൾ നമ്മൾ കോസ്റ്ററിക്കനോട് ബൈ ബൈ പറയാണ്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. 2 days ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കൊളംബിയയിലോട്ട് പോവുകയാണ്. നമ്മൾ കാറ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ വണ്ടിയിൽ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാം. എല്ലാം ഓക്കെയാണ്. നമ്മൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ കൊളംബിയയിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കാൻ പോവുകയാണ്. ചെക്ക് ഇൻ ചെയ്യാൻ ഓൾറെഡി കുറച്ച് ലേറ്റാണ്.